വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനുള്ള ശ്രമങ്ങൾ സജീവമാക്കി സൗദിയിലെ മലയാളികൾ. മോചനദ്രവ്യമായി 34 കോടി രൂപ സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ ജിദ്ദയിൽ ചേർന്ന സഹായ സമിതി യോഗം തീരുമാനിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള അവസാനഘട്ട ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കരുണ പറ്റാത്തവർ മനസ്സുവെച്ചാൽ സമയപരിധിക്കുള്ളിൽ തന്നെ അബ്ദുറഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പൊതുപ്രവർത്തകർ. ഏപ്രിൽ 16-നുള്ളിൽ മോചനദ്രവ്യമായ 34 കോടി രൂപ എന്ന ലക്ഷ്യത്തിലെത്താൻ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയാണ് ജിദ്ദയിൽ രൂപീകരിച്ച സഹായ സമിതി. കുറഞ്ഞ ദിവസം കൊണ്ട് ഈ ഒരു പദ്ധതി വിജയിപ്പിക്കുവാൻ ഇവിടെ കൂടിയ ജിദ്ദയുടെ എല്ലാ സാമൂഹിക സാംസ്കാരിക സംഘടനകളും അതിന് ബിസിനസ് മേഖലയിലെ ആളുകളും എല്ലാവരും ഒത്തുചേർന്ന് ഈ ഒരു സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടി ആഗോളത്രം പ്രയത്നിക്കുകയാണ്. മാഷാ അല്ലാഹ്, ഞങ്ങൾ എല്ലാവരും ഒറ്റക്കൈയായിട്ട് ഈ സംരംഭം മാക്സിമം ഞങ്ങൾ ഫണ്ട് കണ്ടെത്തി ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ട്. മൂപ്പരെ റിലീസ് ചെയ്യും, നമ്മൾ കൂട്ടത്തിൽ തിരിച്ചു വരും. കൃത്യമായ പ്ലാനിങ്ങോടെ ഓരോ ഏരിയകൾ തിരിച്ച് വളരെ കൃത്യമായി അതിനുവേണ്ട സാമ്പത്തിക സഹായം നേടിയെടുക്കുക എന്നുള്ള ഒരേ ലക്ഷ്യത്തോടു കൂടി ഇനി വരും ദിവസങ്ങളിൽ വെറും 14 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ 14 ദിവസം കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ട് പൂർണ്ണമായിട്ടും അതിനുവേണ്ട സാമ്പത്തിക സഹായം കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയോടെ കച്ചവടക്കാരെയും മലയാളി കൂട്ടായ്മകളെയും മറ്റും നേരിൽ കാണാൻ വിപുലമായ ക്യാമ്പയിൻ നടത്തും. പ്രവാസികളും അല്ലാത്തവരും അവർക്ക് കഴിയുന്ന തുക ഈ പുണ്യമാസത്തിൽ തന്നെ റഹീമിന്റെ മോചനത്തിനായി ചെലവഴിക്കണമെന്ന് സമിതി ആവശ്യപ്പെട്ടു. കേരളത്തിലെ വിവിധ മത രാഷ്ട്രീയ സംഘടനാ നേതാക്കളും റഹീമിന്റെ മോചനത്തിനായുള്ള ഫണ്ട് സമാഹരണത്തിൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജലീൽ കണമംഗലം, 24 ജിദ്ദ.